പ്ലസിലേക്ക് സ്വാഗതം. ഒരു പ്രധാന ചോദ്യമാണ് കേട്ടോ. ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇരട്ടച്ചങ്കൻ ആരാണ്? ഇപ്പോൾ നിലവിൽ ഒരു ഇരട്ടച്ചങ്കനുണ്ട്. പാർട്ടി സഖാക്കളും അതുപോലെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരും എല്ലാവരും മനസ്സിൽ ഏറ്റുപറഞ്ഞ ഒരു ഇരട്ടച്ചങ്കൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. ആ ഇരട്ടച്ചങ്കന് മുമ്പിൽ ഇതാ എല്ലാ തരത്തിലുമുള്ള വാക്ശരങ്ങളുമായി, ആക്ഷേപങ്ങളുമായി, ആരോപണങ്ങളുമായി ഒരാൾ ഉയർന്നു വന്നിരിക്കുന്നു. ശ്രീ പി.വി. അൻവർ. നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ, കാരണം കൊടുത്തു പോകും. കാരണം അദ്ദേഹം ഏറ്റുമുട്ടുന്നത് ആരോടാണ്? മുഖ്യമന്ത്രിയോടല്ല എന്ന് പലവട്ടം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്കറിയാം ശ്രീ അൻവർ ഏറ്റുമുട്ടുന്നത് ആരോടാണെന്ന്. മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തുമുള്ള രണ്ട് പേരോടാണ് അദ്ദേഹം തൻ്റെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ശശി, രണ്ടാമത്തെ ആൾ ADGP MR അജിത് കുമാർ. ഈ രണ്ടു പേർക്കും നേരെ തോക്ക് ചൂണ്ടുന്നു എന്ന് പറഞ്ഞാൽ ആ തോക്കിൻ മുന മറ്റൊരാളിൻ്റെ കൂടെ നേർക്കാണ് എന്ന് നമുക്ക് പറയാതെ തന്നെ നമുക്കറിയാം. അത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള ഒരു ആരോപണം ഉന്നയിക്കാനുള്ള മനക്കരുത്ത് പി.വി. അൻവറിനല്ലാതെ അടുത്ത കാലത്ത് ഒരാളിലും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇന്നുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ആരോപണം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ആ തരത്തിൽ മാറി വേറെ പാർട്ടിയും പ്രസ്ഥാനവും ഉണ്ടാക്കി മാറിപ്പോയ കഥകളൊക്കെ നമുക്കറിയാം. പക്ഷേ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഈ പറയാനുള്ളത് പറയാൻ കഴിയുന്ന ഒരു ആർജവത്വമുണ്ടല്ലോ, ആ തിണ്ണമിടുക്ക്, അത് പി.വി. അൻവറിന് തന്നെ നമ്മൾ ചാർത്തി കൊടുത്തേ പറ്റുള്ളൂ. പലതരത്തിൽ അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ചേംബറിൽ വിളിച്ച് അദ്ദേഹവുമായി സംസാരിച്ചു എന്നും വാർത്തകൾ വന്നു. പാർട്ടി സെക്രട്ടറി അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചു എന്ന് വാർത്തകൾ വന്നു. പക്ഷേ പിന്മാറുന്നുണ്ടോ? പിന്മാറുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് LDF തന്നെ തള്ളിപ്പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നാലും അൻവർ അടങ്ങുമെന്ന് ഒരു സൂചനയും ഇതുവരെ വന്നിട്ടില്ല. ഇത് കാരണം എന്താണെന്ന് അറിയാമോ? കാരണം അറിയണം എങ്കിൽ നിങ്ങൾ പി.വി. അൻവറിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. അൻവറിനെ പിന്താങ്ങുന്നതിലും ഒരു മഹാഭൂരിപക്ഷം പേരും പാർട്ടി അണികളാണ്. മുഖ്യമന്ത്രിയേക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാർട്ടി സഖാക്കൾക്കിടയിൽ അൻവറിന് വളരെ അധികം ഒരു പ്രകീർത്തി വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ അവർക്കിടയിൽ സ്വാധീനം വന്നിരിക്കുന്നു. അവരെല്ലാം തന്നെ ആദ്യം രഹസ്യമായും ഇപ്പോൾ പലരും പരസ്യമായും പറയുന്നു അൻവർ പറയുന്നതൊക്കെ ശരി തന്നെയാണെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നതൊക്കെ തന്നെ അൻവർ വിളിച്ചു പറയുന്ന ധൈര്യം കാണിക്കുന്നു എന്ന് അവർ പറയുന്നു. ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇരട്ടച്ചങ്കെന്ന് പറയാനുള്ളത്. ഇങ്ങനെയൊന്നും ഒരു യഥാർത്ഥത്തിൽ ഈ പി.വി. അൻവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളല്ല. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചതാണ്, ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു സ്വതന്ത്ര MLA ആണ്, മത്സരിച്ച് ജയിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടായി. പക്ഷേ അതെല്ലാം അവിടെ നമുക്ക് വെക്കാം. പക്ഷേ അദ്ദേഹം ചില നിഗമനങ്ങളിൽ എത്തി, തെളിവുകൾ നിരത്തി. അദ്ദേഹം എയ്തു വിട്ട അമ്പ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തിളച്ചു മറിയുകയാണ്. ചിലരുടെ നെഞ്ചിന് നേരെ അത് കൊണ്ടെത്തിക്കുന്നതിൽ അൻവർ ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില കാര്യങ്ങളിൽ അദ്ദേഹം ഉദ്ദേശിച്ചിടത്ത് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും പൊതുജന മധ്യത്തിൽ ഈ രണ്ട് വ്യക്തികളെ, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ അല്ല, മുഖ്യമന്ത്രിയുടെ ഇടതും വലതും എന്ന് പറയാവുന്ന രണ്ട് വ്യക്തികളെ തന്നെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തതും അവർ ഇപ്പോൾ മുൾമുനയിൽ നിൽക്കുന്നതും. അവർക്ക് സംരക്ഷണ കവചം വന്നു കഴിഞ്ഞു, ഇവരെല്ലാം നിഷ്കളങ്കരാണ് എന്നുള്ള പ്രഖ്യാപനം മുൻകൂട്ടിയൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നത് ADGPക്കെതിരെയായിട്ടുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത്. പോലീസിലെ ഒരു വിങ് തന്നെ, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വിങ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അത് DGPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നതും. പക്ഷേ അവിടെ ഉള്ള നമുക്ക് തന്നെ ഊറിച്ചിരിക്കാവുന്ന ഒരു കാര്യമുണ്ട്.
ആർക്കെതിരെ ആണോ അന്വേഷണം നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കീഴിൽ റിപ്പോർട്ടിംഗ് ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എവിടെ വന്ന് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, മുൻകൂറായി തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇതൊക്കെ എൻ്റെ വിശ്വസ്തരാണ്, അവരെല്ലാം മാന്യന്മാരാണ്, അവരെല്ലാവരും തന്നെ വളരെ സ്തുത്യർഹമായ സേവനം നടത്തുന്നവരാണ് എന്ന് മുഖ്യമന്ത്രി മുൻകൂട്ടി പറഞ്ഞും വെച്ചു. അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അന്വേഷിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ ഏത് തരത്തിലായിരിക്കും റിപ്പോർട്ട് എഴുതുക എന്ന് നിങ്ങൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ വരും കാലത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പറഞ്ഞു വരുന്നത് ഈ PV അൻവറിൻ്റെ ചങ്കൂറ്റത്തെക്കുറിച്ചാണ്. അദ്ദേഹം ശരിക്കും ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണോ പറയുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം ഈ പാർട്ടി ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് നന്നായി നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കേഡർഷിപ്പ് സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. അത് നമുക്ക് ഒരുപാട് സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ PV അൻവർ അതൊന്നും ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നതിലാണ് ഞാൻ അദ്ദേഹത്തിന് ഇരട്ടച്ചങ്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റ് ഒരു രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ അങ്ങ് ഓപ്പണായിട്ട് പിന്തുണയൊന്നും പ്രഖ്യാപിച്ച് കണ്ടില്ല. ഈ അൻവർ പറയുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷമാകട്ടെ ഘടകകക്ഷികളാകട്ടെ, പ്രതിപക്ഷത്തുള്ള ഘടകകക്ഷികളാകട്ടെ ഒന്നും മിണ്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഈ അൻവർ പറയുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും അധികം പിന്തുണ അൻവറിന് കിട്ടുന്നത് CPM-ൽ നിന്നാണ് എന്നുള്ളതാണ് വ്യക്തം. യാതൊരു സംശയവും വേണ്ട. CPM അണികൾ അൻവറിന് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പാർട്ടിയുടെ നേതൃത്വത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻവറിനെ വലുതായിട്ട് അറ്റാക്ക് ചെയ്യാതെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷേ അൻവർ വെടിപൊട്ടിച്ച ആ കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അലയൊലികൾ അടുത്ത കാലത്തൊന്നും തീരും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാര്യങ്ങൾ ഇനിയും പലതും പുറത്തു വരാൻ ഉണ്ട്. അതിലേക്കുള്ള വലിയ 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 നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരം തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ വിപുലമായ ചർച്ചകളും കൂടിച്ചേരലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആലോചനകൾ വ്യാപകമായി നടക്കുന്നു. എങ്ങനെയാണ് ഈ അൻവർ പറഞ്ഞിടത്തു നിന്നും അൻവറിനെ പിന്മാറ്റാൻ കഴിയുക? രണ്ട്, അൻവർ പറഞ്ഞ വസ്തുതകളിൽ നിന്നും എങ്ങനെ തലയൂരി പോകാം എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പൊട്ടിത്തെറി ഉണ്ടല്ലോ, പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഗൗരവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അനുരണം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. കാരണം അത് ചെറിയ കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വെടിപൊട്ടിച്ചത്. അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. നമുക്ക് അടുത്ത നീക്കം അൻവർ എങ്ങനെയാണ് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് നോക്കിയിരിക്കാം. ഒന്നുറപ്പാണ്, അൻവർ മിണ്ടാതിരിക്കില്ല. ഈ ഇടതുമുന്നണി തള്ളിപ്പറഞ്ഞാലും CPM നേതൃത്വം തള്ളിപ്പറഞ്ഞാലും ആര് അൻവറിനെ മാറ്റി നിർത്തിയാലും അൻവറിൻ്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞാലും അൻവർ വീണ്ടും വരും എന്ന് തന്നെയാണ് സൂചനകൾ കാണിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.